ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോവിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ പെരുമഴക്കാലം 2004 നമ്മളെ കമൽ സാറ് സംവിധാനം ചെയ്ത്, എനിക്ക് തോന്നുന്നു ആ ഒരു വർഷം തന്നെ നമ്മളെ ഇന്ത്യയിലും അതേപോലെ തന്നെ കേരളത്തിലെയും ഒട്ടുമിക്ക ഫിലിം അവാർഡുകളും സ്വന്തമാക്കിയിട്ടുള്ള പെരുമഴക്കാലത്തിൻ്റെ ലൊക്കേഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ നാട്ടിലെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലുള്ളൊരു തോട്ടിൻ്റെ സമയത്താട്ടോ. ഫുള്ള് നിറഞ്ഞു ഒഴുകുന്നുണ്ട്. ഒന്ന് ചാടി കുളിക്കണം, അതൊന്ന് കാണാം നമുക്ക് എന്തായാലും. പിന്നെ വെച്ചാൽ പെരുമഴക്കാലല്ലേ, അപ്പം ഈ വെള്ളവും പുഴയും മഴയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയാണത്. അപ്പം എന്തായാലും നമുക്കൊന്ന് ചാടി കുളിയും ആളുകൾ കുളിക്കുന്ന കാര്യങ്ങളും ഒന്ന് കാണാമല്ലേ, എൻ്റെ നാടും ഒപ്പം നമ്മുടെ പെരുമഴക്കാലം ലൊക്കേഷനും. അപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികൾ ചാടി കുളിക്കുന്നുണ്ട്. നമുക്ക് അതെന്തേലും ഒന്ന് നോക്കാം. അതിലിങ്ങനെ പോകുന്നുണ്ട് ആളുകൾ. ഒന്ന് പോയി നോക്കല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ നീന്തം പഠിച്ചൊരു സ്ഥലമാണത്. തോട് ഏതാണ്ട് നമ്മളിപ്പം കാണുന്ന ഈ ഒരു ലെവലില്ലേ, ഇതിൻ്റെ മുകളിലോട്ട് ഇനിയും വെള്ളം വരും. അപ്പോൾ നമ്മൾ ടീം ഇവിടെ ഉണ്ട്. ചാട് ചാടറാ. അപ്പോൾ ഈ ഒരു സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ പെരുമഴക്കാലത്തിലേക്ക് വരികയാണെങ്കിൽ 2004 പുറത്തിറങ്ങിയെന്ന് പറഞ്ഞല്ലോ. കമൽ സാറാണ് ഇതിൻ്റെ സംവിധാനം ചെയ്തത്. മാത്രമല്ല ഈ ഒരു സിനിമേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ 2 സ്ത്രീ കഥാപാത്രങ്ങൾ ഇവർ പറഞ്ഞാൽ തകർത്താടിയിട്ടുള്ളൊരു ഫിലിമാണ്. അതിൽ തന്നെ കാവ്യമാധവന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കഥയ്ക്കുള്ള മികച്ച സ്റ്റോറിക്കുള്ള അവാർഡ് നമ്മുടെ TRS സാറായിരുന്നു. ഇതിൻ്റെ തിരക്കഥയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടി. പിന്നെ ഒരുപാട് അവാർഡുകൾ അല്ലേ, അങ്ങനെ ഒരു മികച്ചൊരു സിനിമയായിരുന്നു. പിന്നെ ഇതിലെ പാട്ടുകളാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ മഴേൻ്റെ എത്രത്തോളം ഭംഗിയായിട്ടൊരു സിനിമയിൽ അത് ഈ മഴേനെ കാണിച്ചത് എനിക്ക് തോന്നുന്നു പെരുമഴക്കാലത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സിനിമേൻ്റെ ഒരു ചുരുക്കം കാര്യങ്ങൾ അല്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ ഒളവപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. എനിക്കൊന്ന് കുളിക്കണം. കുളി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഒളവപ്പാറ പോയിട്ട് ലൊക്കേഷനൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഒന്ന് ചാടണം എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കുളിക്കാൻ ഇറങ്ങാം അല്ലേ. ആദ്യം നമ്മളെ ചെരുപ്പൊക്കെ ഒന്ന് വിടാം. ചെരുപ്പ് ഇവിടെ അയച്ചിട്ട് നേരെ നമുക്കിതാ വെള്ളത്തിലേക്ക് പോയിട്ട് നല്ല വെള്ളമുണ്ട്, നല്ല ഒഴുക്കുമാണ്. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകളെ ഈ ഒരു തോടും ഇതിനോട് ചുറ്റുപെട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്താ സംഭവം വെച്ചാൽ ഏതാണ്ടൊരു 2ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നീന്തം പഠിക്കുന്നത്. ഈ തോട്ടിൽ നിന്നാണ് നീന്തം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മളെ ഈ ഒരു തോടില്ലേ, ഈ ഒരു തോട് എന്ന് വെച്ചാൽ എന്നെ പോലുള്ള ഒരാളും കൂടി മുങ്ങുന്ന ഹൈറ്റിൽ വെള്ളമുണ്ട് ഇപ്പോൾ നിലവിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കും വെള്ളം വരും. ഏതാണ്ട് ഇതൊക്കെ നിറഞ്ഞു ഒഴുകും. ഈ വയലൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നീന്തം പഠിച്ചത്. ശരിക്കും പറഞ്ഞാൽ ലൈഫിലെ ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ് നീന്തം അറിയാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. എന്തായാലും ഈ ഒരു ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ട് നമുക്ക് വേറൊരു വീഡിയോ കൂടി ചെയ്യാം. നമുക്കിനി നേരെ ഒളവപ്പാറയ്ക്ക് പോകാം. അവിടെയാണ് പെരുമഴക്കാലത്തിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ കുളിച്ചിട്ട് നേരെ നമുക്ക് ഒളവപ്പാറ. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ ഒരു വളർന്നു വരുന്ന ഒരു ടൂറിസം സെൻ്ററായിട്ടുള്ള ഒളവപ്പാറയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ഏതാണ്ടെന്ന് വെച്ചാൽ ഈ പെരുമഴക്കാലം ഉണ്ടല്ലോ, ഈ പെരുമഴക്കാലത്തിൻ്റെ ഒരു എക്സാക്റ്റ് ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു തവണ നമ്മൾ ഈ ഒരു ഒളവപ്പാറേൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എല്ലാം കൊടുക്കാം. നമ്മൾ ഈ ഫ്രണ്ട് കാണുന്നത് ഒരു പാറക്കോറിയാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലാണ്, ഇവിടെ നിന്നാണ് ഏതെന്ന് വെച്ചാൽ ആ പെരുമഴക്കാലത്തിലെ ഒരു സോങ് ഉണ്ടല്ലോ, കല്ലായി പുഴ അടുത്ത്. അപ്പോൾ ആ ഒരു സോങ്ങിൻ്റെ കുറച്ച് സീക്വൻസൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം കേട്ടോ. ഇത് ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു കോറിയാണുള്ളത്. ഏതാണ്ടെന്ന് വെച്ചാൽ ആ ഒരു ഫിലിമിൽ ഞാൻ പറഞ്ഞ ആ സോങ് ഉണ്ടല്ലോ, ഒരു സോങ്ങിൽ ഏതാണ്ട് ആ ഫ്രണ്ട് കാണുന്ന ആ ഒരു ഇത് കണ്ടില്ലേ പാറ, അതിൻ്റെ മുകളിൽ ദിലീപേട്ടനും മീര ജാസ്മിനും കൂടി ഇരുന്നിട്ട് കുറച്ച് സീനുണ്ട്. അതേപോലെ തന്നെ ഇതിലാണ് അവർ ചങ്ങാടം കെട്ടിയിട്ട് പോകുന്ന ആ ഒരു സീനുകളൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മൾ ഫ്രണ്ട് കാണുന്ന ഈ ഒരു കോറിയിൽ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് നേരെ പോകേണ്ടത് ഈ ഫ്രണ്ട് കാണുന്ന ഈ ഒരു പുഴേനെ ബേസ് ചെയ്തിട്ടാണ് കുറേ സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് പോയിട്ട് നോക്കാം.
പിന്നെ നമ്മൾ ഈ ഒരു ഫിലിമിലേക്ക് വരുമ്പോൾ ഇതിൽ ഈ കടവിൻ്റെ സീനുകളൊക്കെ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ മീര ജാസ്മിൻ വന്നിട്ട് ഒരു കരയുന്ന സീനൊക്കെ ഉണ്ട്. രാത്രി വന്നിട്ട് എങ്ങനെ വെച്ചാൽ ദിലീപേട്ടൻ ജയിലിലാണെന്ന് അറിയുമ്പോൾ വന്നിട്ട് ആ കരയുന്ന സീനുകളും കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ആ കടത്ത് സെറ്റിട്ട് കറക്റ്റ് നമ്മൾ ഈ ഫ്രണ്ടിലായിരുന്നു. പിന്നെ ഒരുപാട് സീനുകളുണ്ട് ഈ ഒരു സിനിമയിൽ. കടത്തും അല്ലെങ്കിൽ തോണിയും ഈ പുഴയും മഴയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സീനുകൾ കറക്റ്റ് ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ നമ്മളെ ബിജു മേനോൻ ചേട്ടനുണ്ടല്ലോ, അവർ മീര ജാസ്മിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ആ തോണി ഇറങ്ങുന്നതൊക്കെ കറക്റ്റ് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. സിനിമേൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീനുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മാമുക്കോയക്കാനോട് അവർ വന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ദിലീപേട്ടൻ്റെ ഒരു പ്രോബ്ലം പറയുന്നൊരു സീനുണ്ട്. ഇങ്ങനെ ജയിലിലായി എന്ന് പറയുമ്പോൾ വളരെ ഇതായിട്ട് ഭയങ്കര വിഷമത്തിൽ മാമുക്കോയക്കാന ആ കാണുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെ കറക്റ്റും അതും ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. എന്താ വെച്ചാൽ ഈ ഒരു സിനിമേൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനുകളിൽ ഒന്നാണ് നമ്മൾ ഈ ഫ്രണ്ട് കാണുന്ന ഈ ഒരു കടവ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ കോഴിക്കോട് ഒളവപ്പാറയാണത്. കവട്ടവിൽ നിന്ന് നേരെ ഇപ്പുറത്ത് തന്നെയാണ് വരുന്നത് ഈ ഒളവപ്പാറ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരുപാട് മത്സ്യകൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ. അതാണിങ്ങനെ. അപ്പോൾ ഈ ഒരു കടവിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒളവപ്പാറ. ഒരു ചെറിയൊരു അങ്ങാടിയാണത്. ഇവിടെ നിന്നൊരു സീനുണ്ട്. എങ്ങനെ വെച്ചാൽ നമ്മൾ അതിലൊരു ആക്ടർ ഉണ്ടല്ലോ, സാധിക്കുന്നുണ്ടല്ലേ, അവരിങ്ങനെ കാറിലിങ്ങനെ വന്നിട്ട് ഇവിടേക്ക് എത്തിയിട്ടാണ് ഇവിടെ കാറിൽ ഇറങ്ങിയിട്ടാണ് അവർ മാമുക്കായക്കോനോടൊക്കെ സംസാരിക്കുന്ന ആ സീനൊക്കെ ഷൂട്ട് ചെയ്ത്. കറക്റ്റ് ഞാനത് സൈഡിൽ സീന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ട് വന്നേ, കുരുവിള് വിളിച്ചു, അക്ബറിൻ്റെ വിധി വന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരെ ആ കടവിൻ്റെ ലൊക്കേഷനൊക്കെ കണ്ടല്ലോ. അവിടെ നേരെ ഒളവപ്പാറ തന്നെയുള്ള എടവത്തറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീടുണ്ട്. നേരെ ഇങ്ങനെ സൈഡിലെന്ന് വെച്ചാൽ മനോഹരമായിട്ടുള്ള പുഴയാണ്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ആ ഒരു വീടൊക്കെ വരുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ പെരുമഴക്കാലം ഫിലിമിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മീര ജാസ്മിൻ്റെ വീടൊക്കെ ഉണ്ടല്ലോ. മീര ജാസ്മിനും അതേപോലെ തന്നെ ഈ മാമുക്കോയക്കാൻ്റെയും കൂടി ആ ഒരു വീടായിട്ടുള്ളത് നമ്മളെ ഫ്രണ്ട് കാണുന്നതാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ടേ ഓരോ സീനും നോക്കാം. എന്ന് വെച്ചാൽ ഇവിടുത്തെ സീനുകൾ നമ്മൾ പറയുകയാണെങ്കിൽ അത് തീരില്ല. എന്ന് വെച്ചാൽ അത്രത്തോളം ഉണ്ട് അതിൽ. അപ്പം ഓരോ സീൻ വൈസ് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സൈഡിൽ വെച്ചാൽ പുഴയാണ്. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു വീടും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പെരുമഴക്കാലം സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ മീര ജാസ്മിൻ്റെ ഒരു ഷോട്ടുണ്ട്. അവർ ഈ ഒരു സൈഡിൽ നിന്നാണ് മറ്റേ ഈ കോഴിക്കൂടൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വരുന്നൊരു സീനുണ്ടല്ലോ, അത് ഏതാണ്ട് ഈ വീടിൻ്റെ ഈ ഒരു സൈഡിലായിരുന്നു. പിന്നെ ഒന്നെന്ന് വെച്ചാൽ നമ്മളെ മാമുക്കോയൊക്കെ അവർ ഏത് സമയത്തും ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു സംഭവമൊക്കെ എന്ന് വെച്ചാൽ ഏതാണ്ട് ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഏരിയ ആയിരുന്നു. ഈ ഒരു സെക്ഷൻ കണ്ടില്ലേ, ഇതെന്ന് വെച്ചാൽ ഇവിടെ പിന്നീട് ചെയ്തതാണ്. അപ്പം ആ ഒരു സീനും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ബിജു മേനോൻ ചേട്ടൻ അവർ ഈ വീട്ടിലേക്ക് കയറി വരുന്നൊരു സീനുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സിനിമേൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അതെന്ന് വെച്ചാൽ ഗൾഫിൽ നിന്ന് ഇവരെ ദിലീപേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ കവറൊക്കെ പിടിച്ചിങ്ങനെ കയറി വരുന്ന ആ ഒരു രംഗവും ഷൂട്ട് ചെയ്ത് അത് കറക്റ്റ് നമ്മൾ ഈ ഫ്രണ്ട് കാണുന്ന ഈ ഒരു വഴിയാണ് കേട്ടോ. നമ്മളൊന്ന് മുഖ്യമന്ത്രിയെ കാണാൻ പോകണ്ട്. അതിനവിടെ വലിയ കോലായിലിരുന്നതായി നമ്മളെ മീര ജാസ്മിൻ ദിലീപേട്ടൻ ജയിലിലായ കാര്യം അറിയുന്നൊരു സീനുണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മളെ സലീം കുമാർ ചേട്ടൻ കരഞ്ഞുകൊണ്ട് വരുന്നൊരു സീനുണ്ട്. എന്താ പറയുക, സൗദി അറേബ്യയാണ് നാട്, അവിടുത്തെ നിയമങ്ങൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരുന്നത് ആ ഒരു ഭാഗങ്ങൾ ചിത്രീകരിച്ചത് കറക്റ്റ് നമ്മളെ ഈ ഫ്രണ്ട് കാണുന്ന ഈ ഒരു വഴിയാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു തവണയും കൂടി നമ്മൾ എന്തെങ്കിലും ചെയ്യും. അത് നമ്മൾ ഓൾറെഡി ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ പെരുമഴക്കാലം ഫിലിമിൻ്റെ ലൊക്കേഷൻ കാഴ്ചകൾ ഇത്രയാണ്. അപ്പോൾ എൻ്റെ നാട്ടിലെ വളരെ കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ എൻ്റെ നാട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് എത്തുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.